ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിട്ടേകാൻ വർണ്ണവിസ്മയമൊരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ 100 റംദാൻ സെയിൽ. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ കോർമോത്തുപടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 5ാം വാർഡ് മെമ്പർ ബാലു മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ കോർമോത്തുപടി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 5ാം വാർഡ് മെമ്പർ ബാലു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിനെ ഇപ്പോ ഗ്രസിച്ചിരിക്കുന്ന വലിയൊരു വിപത്ത്, ആ വിപത്ത് എന്താന്ന് ഇവിടെ പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു നീറ്റലുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ കാരണവന്മാര് അവരുടെ പഴയ കാലം ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പൊ അവരുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടാവും. ഇങ്ങനൊരു ആപത്ത് അവരൊന്നും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോ അവരുടെ കാലത്ത് ചെറുപ്പകാലത്ത് ലഹരി എന്നൊക്കെ പറയണത് ഏതെങ്കിലും ഒരാൾ ഒരു മദ്യം കഴിക്കും, അല്ലെങ്കിൽ ഒരു സിഗരറ്റോ ബീഡിയോ വലിക്കും, അതാണ് ലഹരി. അന്നത്തെ കാലത്ത്, പഴയ കാലത്ത് അതാണ് ലഹരി. ഒരു സിഗരറ്റോ ബീഡിയോ വലിക്കുക എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലാതെ അത് സമൂഹത്തെ ഗ്രസിക്കുന്ന ഒരു ആപത്തായി മാറുക എന്നുള്ളത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്നാ മദ്യപാനം കുറച്ചും കൂടി വേണിച്ചാ പറയാം. എന്നാലും ഞാൻ ഇത് രണ്ടും വേണമെന്നല്ല പറഞ്ഞൊരു അർത്ഥട്ടോ, അതിനെ അനുകൂലിച്ചിട്ടല്ല സംസാരിക്കണത്. കോർമോത്തുപടി കൂട്ടായ്മ പ്രസിഡന്റ് റഹ്മാൻ സങ്കേതത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇത്തരത്തിലുള്ള പേക്കൂത്തുമായി തുടങ്ങിവെച്ച ചില കാബാലികർ തുടങ്ങിവെച്ച ഒരു നാടകത്തിന്റെ അവസാനമായിരുന്നു ഇന്നലെ. അവസാനം എന്ന് പറയുന്നത് അത് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ അവസാനം എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത്. നമുക്കറിയാം, ഈ നാടിനകത്ത്, ഈ നാട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എല്ലാ മനുഷ്യരെയും കൂട്ടിച്ചേർത്ത് മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറം മനുഷ്യനെ മനുഷ്യനായി കാണുകയും ഒരു മനുഷ്യന് പ്രയാസം വരുമ്പോ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു മണ്ണാണ് ഈ കോർമോത്തുപടിയുടെ മണ്ണ്. നമുക്കറിയാം, ഇന്നലെ ഇവിടെ നമ്മുടെ ഹരിഹരക്കുന്നത്തെ അമ്പലത്തിലെ പൂരമായിരുന്നു ഞായറാഴ്ച. ആ പൂരം ഇവിടെ കാള എടുക്കുമ്പോ ഇവിടുത്തെ സഹോദര സമുദായത്തിലെ പ്രിയപ്പെട്ടവരെല്ലാം പരിശുദ്ധ റംസാൻ മാസത്തിലെ നോമ്പ് തുറന്ന് പള്ളിയിൽ പോയി നമസ്കരിച്ചതിന് ശേഷമാണ് ഇവിടുത്തെ കാള പുറപ്പെട്ടത് എന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു മണ്ണാണ് ഈ കോർമോത്തുപടിയിലെ മണ്ണ്. കൂട്ടായ്മ സെക്രട്ടറി മുഹമ്മദ് ഷിയാസ്, 6ാം വാർഡ് മെമ്പർ മിനി, മസ്ജിദുന്നൂർ കമ്മിറ്റി പ്രസിഡന്റ് ഇബ്രാഹിം, സെക്രട്ടറി സുലൈമാൻ മുണ്ടക്കാട്ടുതൊടി, ഏന്തിൻകുട്ടി, ട്രഷറർ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഫഹദ്, ബാസിദ്, രാകേഷ്, റാസി, ഷാമിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.